ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്കിന്റെ കോഡും ബട്ടൺ പ്രസ് ചെയ്യുന്ന ഡിറ്റക്ട് ചെയ്യാനുള്ള കോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഇൻക്രിമെന്റ് ആയി പോകുന്ന പോലെ ഒരു പ്രോഗ്രാമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ 1, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ 2, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ 3, ആ ഒരു രീതിയിൽ പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം വോക്കി എടുക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും പാരലായിട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വോക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇന്നലെ ചെയ്ത സെയിം സർക്യൂട്ട് ആണ്. ഒരു ബട്ടൺ എടുക്കുക, ആ ഒരു ബട്ടണിൽ ഒരു പുള്ളപ്പ് അല്ലെങ്കിൽ ഒരു പുൾ ഡൗൺ റെസിസ്റ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് ബട്ടന്റെ ഒരറ്റം GPIO പിന്നിലേക്കും മറ്റേ അറ്റം ഗ്രൗണ്ട് അല്ലെങ്കിൽ VCCയിലേക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ സർക്യൂട്ട് ഒന്നുകൂടെ ചെയ്യാം. ഒരു ബട്ടൺ സെലക്ട് ചെയ്തു. ഓക്കെ, ബട്ടൺ ഞാൻ സെലക്ട് ചെയ്തു. ബട്ടന്റെ ഒരറ്റം ഞാൻ VCCയിലേക്ക് കണക്ട് ചെയ്തു. അതർ ഉണ്ട് ഞാൻ 34th പിന്നിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഞാനൊരു റെസിസ്റ്റർ എടുക്കുന്നുണ്ട്. അത് ഞാൻ 10K വാല്യൂ കൊടുത്തു. ആ, ഞാൻ ബട്ടന്റെ ഒരറ്റത്ത് 3.3 വോൾട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വെക്കേണ്ട റെസിസ്റ്റർ പുൾ ഡൗൺ റെസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബട്ടന്റെ മറ്റേ അറ്റം ഗ്രൗണ്ടിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിങ് തന്നെ അതേപോലെ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാം. എന്നിട്ട് ഔട്ട്പുട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താണെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ആ സമയം കൊണ്ട് നിങ്ങൾ കണ്ടിരിക്കുന്നവരും പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ എന്താ ചെയ്തേക്കുന്നത്. ഓക്കെ.
ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ചെയ്തു. എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാനിവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രിമെന്റ് ആവുന്നുണ്ട്. ദി വാല്യൂ ഓഫ് വേരിയബിൾ എ ഈസ് ഈക്വൽ ടു 3, 4, 5, 6, 7 അങ്ങനെ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ കൂട്ടത്തില്? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഔട്ട്പുട്ട് കിട്ടിയോ? നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത ആ ഒരു ലോജിക്ക് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അവർക്ക് അവരവരുടെ പ്രോഗ്രാംസ് തമ്മിൽ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ചെയ്തോ? എല്ലാരും ചെയ്തോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് എങ്ങനെയാണ് പ്രോഗ്രാം വർക്ക് ആവേണ്ടതെന്നുള്ളതല്ലേ. അതായത് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ ഒരു തവണ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ +1 കൂടണം. അത് കഴിഞ്ഞിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ +2, ലൈക്ക് വീണ്ടും +1 ആണോ, അതായത് നേരത്തെ 1 ആയിരുന്നുണ്ടെങ്കിൽ ആ വാല്യൂ 1 + 1 2 ആണോ, അത് കഴിഞ്ഞ് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ 2 + 1 3 ആവണം. അങ്ങനെ അങ്ങനെ പോണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? അല്ല, വാല്യൂ സെയിം അല്ല വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് വാല്യൂ ആണ് വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാവേ. ഇപ്പൊ കണ്ടോ, വാല്യൂ 7 ആണല്ലോ. അപ്പൊ ഞാൻ ഒന്ന് പ്രസ് ചെയ്തു, അപ്പൊ വീണ്ടും വാല്യൂ 8 ആയി. വീണ്ടും പ്രസ് ചെയ്തു, വാല്യൂ 9 ആയി. വീണ്ടും പ്രസ് ചെയ്തു, വാല്യൂ 10 ആയി. കണ്ടോ? കണ്ടോ, ഞാൻ പ്രസ് ചെയ്യുമ്പോൾ വാല്യൂ മാറുന്നത് കണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്തിട്ട് ഒരു തംസ് അപ്പ് ഇട്ടോ. എന്നിട്ട് ഞാൻ ചെയ്ത സെയിം പ്രോഗ്രാം നോക്കി അല്ല നിങ്ങൾ ചെയ്തത്, വേറെ ലോജിക്കാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇപ്പോ എന്താ പറയാ, ഞാൻ ഈ ചെയ്ത എന്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ഇഷ്ടംപോലെ ലോജിക്കൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാനുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതൊരു ഇന്റിജർ ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അതിന്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബട്ടൺ കണക്ട് ചെയ്ത പിന്നിന് ഒരു പേര് കൊടുത്തു. ഓക്കെ, അതായത് ബട്ടൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇന്റിജറിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. കോൺസ്റ്റന്റ് ഇന്റിജറിനെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് ആ ഒരു ഇന്റിജറിന് ഞാൻ 34 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുത്തത്. ഓക്കെ, ഈ 34 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന പിന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ബട്ടൺ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു പിന്നിനെ 34 എന്ന് കോൾ ചെയ്യുന്നതിന് പകരം ഇനി മുതൽ ബട്ടൺ എന്നായിരിക്കും കോൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സെറ്റപ്പ് ലൂപ്പിലേക്ക് വരുമ്പോൾ സീരിയൽ മോണിറ്റർ ഞാൻ ബിഗിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിൻ മോഡ് യൂസ് ചെയ്തിട്ട് ബട്ടൺ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു പിന്നിനെ ഇൻപുട്ട് ആക്കിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ വോയിഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്നലെ ചെയ്ത സെയിം ലോജിക്ക്, ഇഫ് ലൂപ്പിനകത്ത് ഡിജിറ്റൽ റീഡ് ബട്ടൺ ഈസ് ഈക്വൽ ടു ഹൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ശരിക്കും എന്ത് സംഭവിക്കും? ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ റീഡ് ബട്ടന്റെ വാല്യൂ ഹൈ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ആവും. എന്നിട്ട് ഈ ഒരു ലൂപ്പിന്റെ അകത്തേക്ക് വരും. ഈ ഒരു ലൂപ്പിന്റെ അകത്തേക്ക് വരുമ്പോൾ എയുടെ വാല്യൂ A+1 ആവും. അതായത് 0 എ ഈസ് ഈക്വൽ ടു 0+1 എന്നാവും. ഇനീഷ്യലി എയുടെ വാല്യൂ നമ്മൾ 0 എന്നാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ 0+1 ആവും. എന്നിട്ട് ഒരു 400 മില്ലി സെക്കൻഡ് ഡിലേ ഇടും. ഓക്കെ, ഈ ഡിലേ ഞാൻ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഡിലേ ഇവിടെ ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഈ ഒരു ഡിലേ ഞാൻ ഇവിടെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ
ഞാൻ ഈ ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു വാല്യൂ ഇൻക്രിമെന്റ് ആവും. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മൈക്രോ കൺട്രോളർ ഈ ഒരു വോയിഡ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നാനോ സെക്കൻഡ്സ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സ് ഇന്റർവെല്ലാണ്. അതായത് ഒരു ഒരു സെക്കൻഡിൽ 10,000-10,000 തവണ നമ്മുടെ ഈ ഒരു വോയിഡ് ലൂപ്പിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഡിലേ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ ബട്ടൺ പ്രസ് ചെയ്താലും അത് വണ്ണിന് പകരം കുറെ തവണ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ലൂപ്പ് മൾട്ടിപ്പിൾ ടൈംസ് ട്രിഗർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ഡിലേ ഇട്ടേക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ സീരിയൽ ഡോട്ട് പ്രിന്റ് വാല്യൂ ഓഫ് ദി വേരിയബിൾ എ ഈസ് ഈക്വൽ ടു സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ എ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ സീരിയൽ ഡോട്ട് പ്രിന്റ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്, രണ്ടാമത്തേൽ ഞാൻ പ്രിന്റ് എൽ എൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്, ഒരു ഒറ്റ സെന്റൻസിലാണ് എന്റെ ആ റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇവിടെയും സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ ഇട്ടിരുന്നെങ്കിൽ, സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ വാല്യൂ ഓഫ് ദി വേരിയബിൾ ഇട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ സീരിയൽ വാല്യൂ ഓഫ് ദി വേരിയബിൾ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനിലും പിന്നെ 13 എന്ന് പറയുന്ന ലൈൻ നെക്സ്റ്റ് ലൈനിലും ആയിരിക്കും എഴുതി കാണിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കാണിക്കാതിരിക്കാൻ ഇതെല്ലാം ഒരൊറ്റ സെന്റൻസിൽ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സീരിയൽ ഡോട്ട് പ്രിന്റും വാല്യൂ ഓഫ് ദി വേരിയബിൾ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഞാൻ പ്രിന്റ് എല്ലാം ഇട്ടത്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിന്റ് ചെയ്യും, അതായത് ഒരു പുതിയ ലൈനിലേക്ക് നമ്മുടെ കേഴ്സർ വന്നിരിക്കും. ഓക്കെ, ഇതാണ് ഞാനിപ്പോ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ലോജിക്. ഓക്കെ, എല്ലാവരും ചെയ്തോ? എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ആരെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ ഈ ഒരു പരിപാടി, അതായത് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ മോണിറ്ററിലാണ് അല്ലെ? സീരിയൽ മോണിറ്ററിലാണ്. അപ്പോൾ ഈ സീരിയൽ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഒരു ടൂളാണ്, അതായത് ലാപ്ടോപ്പിന്റെ മോണിറ്ററിലാണ് ഇതെല്ലാം കാണുന്നത്. ഓക്കെ, അപ്പൊ എനിക്കിനി അത് അങ്ങനെ വേണ്ട. ഞാൻ എത്ര തവണ എന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു ഡിസ്പ്ലേയിൽ കാണണം, ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേയിൽ കാണണം. അപ്പൊ ഞാൻ എന്റെ ഡിസ്പ്ലേയിൽ അത് സെറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഞാനിനി സെറ്റ് ചെയ്യാൻ പോകുന്നത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ്. 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. അപ്പോൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മാക്സിമം അതിൻ്റെ അകത്ത് എന്താ പറയാ 9 വരെ കാണിക്കാൻ പറ്റുള്ളൂ. ഒരു സിംഗിൾ സെല്ല് ഡിസ്പ്ലേക്ക് അത് 9 വരെ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ വെച്ചിട്ട് അതിന്റെ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, ഇതിൽ എത്ര പേർക്ക് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്താണെന്നോ അതിന്റെ വർക്കിംഗ് എത്ര പേർക്ക് അറിയാം? ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല, കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്താണെന്നും ആ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് എങ്ങനെ നമ്മുടെ മൈക്രോ കൺട്രോളറായിട്ട് ഇന്റർഫേസ് ചെയ്യാമെന്നും ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഓക്കെ, 7 സെഗ്മെന്റ് ഡിസ്പ്ലേസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോമൺ ആനോഡും കോമൺ കാഥോഡും ഉണ്ട്. Okay. ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പേര് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 7 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഓരോ സെഗ്മെന്റ്സിനെ ആൽഫബറ്റിക്കലി ആണ് പറയുന്നത്, ABCDEFG. ഓക്കെ, അങ്ങനെ 7 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ
ഒരു ഡോട്ട് ഡെസിമൽ കാണിക്കാൻ വേണ്ടിയിട്ട് DP എന്ന് പറയുന്ന ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. അത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാത്ത ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യാത്തത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, അതിന് പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ 7 സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓരോ സെഗ്മെന്റിന്റെ അകത്ത് ഓരോ LEDs ആണ് ഇരിക്കുന്നത്. ഓക്കെ, A എന്ന് പറയുന്ന സെഗ്മെന്റിനകത്ത് ഒരു LED, B എന്ന് പറയുന്ന സെഗ്മെന്റിനകത്ത് ഒരു LED, C എന്ന് പറയുന്നതിനകത്ത് ഒരു LED, അങ്ങനെ 7 എണ്ണത്തിനകത്ത് 7 LEDs ആണ് ഉള്ളത്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 എന്ന് പറയുന്ന ഒരു DT സിഗ്നലിനകത്ത് ഈ ഒരു ഡിസ്പ്ലേക്ക് അത് കാണിക്കണം എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ Bയും Cയും ഇല്ലുമിനേറ്റ് ചെയ്യും, Bയിലും Cയിലും ഉള്ള LEDs ഇല്ലുമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രം റെഡ് ലൈറ്റോ അല്ലെങ്കിൽ പച്ച ലൈറ്റ് കത്തും. അപ്പൊ നമുക്ക് 1 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എനിക്ക് 3 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ABGCD എന്ന് പറയുന്ന സെഗ്മെന്റ്സ് ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡിജിറ്റ്സ് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയുക, 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്ക് മുഴുവൻ ലൈക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ LED-ക്കും ഓരോ പിൻസ് ഉണ്ട്. അതായത് A എന്ന് പറയുന്ന ഇവിടുത്തെ LED കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നാണ് A എന്ന് പറഞ്ഞ് ഇവിടെ ലേബിൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ B എന്ന് പറയുന്ന LED കൺട്രോൾ ചെയ്യാൻ വേണ്ടി B എന്ന് പറയുന്ന ലേബിൾ, അങ്ങനെ G വരെയുള്ള പിൻസ് ഉണ്ട്. ടോട്ടൽ 7 പിൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കോമൺ കാഥോഡ് അല്ലെങ്കിൽ ഒരു കോമൺ ആനോഡ് പിൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്നത് കോമൺ ആനോഡ് പിന്നാണ്. കോമൺ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് LED-യുടെ എല്ലാം പോസിറ്റീവ് സൈഡ് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ സ്കിമാറ്റിക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇതാണ് ഈ സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ ഇന്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും LED-യുടെ എല്ലാം പോസിറ്റീവ് ലീഡ് അല്ലെങ്കിൽ ആനോഡ് എന്ന് പറയുന്നത് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ LED-യുടെ ഈ ഒരു V+V എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ LED പിന്നെ കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രൗണ്ട് കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ അങ്ങനെ LEDസിന്റെ എല്ലാം പോസിറ്റീവ് സൈഡ് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ് കോമൺ ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമൺ ആനോഡ് പിന്നിൽ നമ്മൾ പോസിറ്റീവ് സിഗ്നൽ VCC അല്ലെങ്കിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോമൺ കാഥോഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ LED-യുടെ കോമൺ ആയിട്ടുള്ളത് നെഗറ്റീവ് ലീഡാണ് അല്ലെങ്കിൽ കാഥോഡ് ആണ്. ഓക്കെ, അപ്പോ ഇത് നേരെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ LED ഇല്ലുമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സിഗ്നൽ കൊടുക്കണം? ഹൈ സിഗ്നൽ, അല്ലെങ്കിൽ 3 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ സെഗ്മെന്റിന്റെ LED കത്തിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ലൈക്ക് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയെ പറ്റിയിട്ട്? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ നമുക്കിനി നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ നമ്മുടെ സർക്യൂട്ട് ഇന്റർഫേസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ ഈ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഇനി ഇതിന്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആഡ് ചെയ്യുന്നത്. ഓക്കെ, താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ ഞാൻ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഇവിടെ ചൂസ് ചെയ്തു. ഓക്കെ,
അപ്പൊ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറയാ, കോമൺ ആനോഡ് പിന്ന് വേണോ, കോമൺ കാഥോഡ് പിന്ന് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് കോമൺ കാഥോഡ് ആണ്, അതായത് നെഗറ്റീവ് കോമൺ ആണ്. അപ്പൊ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റും കളർ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ കോമൺ കാഥോഡ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പിന്നിന്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിന്ന് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ സെഗ്മെന്റ് ജിയുടെ പിന്നുണ്ട്, എഫിന്റെ പിന്നുണ്ട്, ഇത് കോമൺ പോയിന്റ് ആണ്, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ ഗ്രൗണ്ട് കൊടുക്കുക. ഞാൻ കോമൺ കാഥോഡ് ആണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ ഓരോ സെഗ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഓരോ പിന്നുകളിലേക്ക് കണക്ട് ചെയ്യാൻ പോവുക. ഓക്കെ, എഫ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് 23rd പിന്നിലേക്കാണ്. ജി കണക്ട് ചെയ്യാൻ പോകുന്നത് 22nd പിന്നിലേക്കാണ്. എ ഞാൻ കണക്ട് ചെയ്യുന്നത് 21st പിന്നിലേക്കാണ്. ബി ഞാൻ കണക്ട് ചെയ്യുന്നത് ഉം, 5ാമത്തെ പിന്നിലേക്കാണ്. ഓക്കെ, ഈ കണക്ട് ചെയ്യാൻ പോകുന്നത് 17th പിന്നിലേക്കാണ്. ഓക്കെ, ഡി ഞാൻ 16th പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഇത് കോമൺ പോയിന്റ് ആണ്, അത് നമ്മൾ ഓൾറെഡി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ കണക്ട് ചെയ്യണ്ട. സി ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് 4th പിന്നിലേക്കാണ്. ഓക്കെ, 4th പിന്ന്. പിന്നെ ഡി പി, അതായത് ഈ പോയിന്റിനുള്ളത്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്റെ കണക്ഷൻസ് ഇവിടെ ഞാൻ എന്താ പറയാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കോഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, കോഡിങ്ങിലേക്ക് പോവാം. അപ്പൊ കോഡിങ്ങിലേക്ക് പോകുമ്പോൾ എന്താ നമ്മൾ ഏതൊക്കെ സെഗ്മെന്റ് ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ ഇവിടെ എനിക്ക് എന്റെ പിന്ന് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, പിന്ന് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നോക്കുക. ഞാൻ ആൽഫബറ്റിക് ഓർഡറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എ ആദ്യം ട്രേസ് ചെയ്യാം. ഓക്കെ, എ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 21st പിന്നിലേക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ എ പിൻ. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാനിവിടെ എ പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിന്റെ വാല്യൂ 21st അല്ലെങ്കിൽ 21 ആക്കി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ എ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇവിടെ ഇതാണ് എ കണക്ട് ചെയ്തേക്കുന്നത് 21st പിന്നിലേക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ എ പിൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. അതിനെ 21st കണക്ട് ചെയ്തു, അല്ല 21st എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ലൈൻ കോപ്പി ചെയ്യുകയാണ്, ഇത് ഞാൻ പേസ്റ്റ് ചെയ്യുക. ഇതിന്റെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാ. ഓക്കെ, അതേപോലെ തന്നെ എ പിന്നിന് പകരം ബി പിൻ, അതേപോലെ സി പിൻ, ഡി, എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, ജി. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എനിക്ക് ഇനി ഇവിടെ ഇതിന്റെ വാല്യൂസ് ഏതൊക്കെ പിന്നിലേക്കാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ഒരു പിന്നിന്റെ വാല്യൂസ് മാത്രം ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ എ ഓൾറെഡി ട്രേസ് ചെയ്തു. ഞാൻ ട്രേസ് ചെയ്തു 21st പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ ബി ഞാൻ കണക്ട് ചെയ്തത് 5th പിന്നിലേക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ വാല്യൂ 5 ആക്കുക, എ ബി. പിന്നെ എനിക്ക് നെക്സ്റ്റ് സി ആണ്. സി ഞാൻ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, സി ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 4th പിന്നിലേക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 4 എന്ന് പറഞ്ഞു കൊടുത്തു. എ ബി സി ഡി. ഡി ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 16th പിന്നിലേക്കാണ്. ഡി ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 16th പിന്നിലേക്കാണ്. ഇ, അടുത്തത് ഇ ആണ്. ഇ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 17th പിന്നിലേക്കാണ്. 17th പിൻ. ഓക്കെ,
ഇനി ഞാൻ എഫ് ഞാൻ കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, എഫ് ഞാൻ കണക്ട് ചെയ്തത് 23rd പിന്നിലേക്കാണ്. എഫ് 23rd. അത് കഴിഞ്ഞിട്ട് ഇനി ജി ആണ് ബാക്കിയുള്ള ജി. ജി ഞാൻ കണക്ട് ചെയ്തിരുന്നത് 22nd പിന്നിലേക്കാണ്. ഓക്കെ. 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 അപ്പൊ ഞാനിവിടെ പിൻസിന്റെ ഒക്കെ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ഇനി ഇതിനെ എല്ലാത്തിനും നമ്മൾ എന്താക്കണം? ഔട്ട്പുട്ട് ഡിവൈസ് ആക്കി സെറ്റ് ചെയ്യണം. നമ്മൾ ബേസിക്കലി ഇതിന്റെ അകത്തുള്ള LEDs ആണ് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ LED ഇൻഡിവിജ്വൽ ആയിട്ട് ഓൺ ആക്കുമ്പോൾ അത് കത്തും എന്ന് പറയാം. അപ്പൊ നമ്മൾ കമാൻഡ് പുറത്തേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ അതിനെ എല്ലാത്തിനും ഔട്ട്പുട്ട് ഡിവൈസ് ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇനി എന്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നോട് എ പിൻ കോമ ഔട്ട്പുട്ട്, ബി പിൻ കോമ ഔട്ട്പുട്ട്, സി പിൻ കോമ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യലാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് അത് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കൂടെ അത് ചെയ്തോ. ഓക്കെ. അപ്പൊ ഞാനിവിടെ എല്ലാ പിൻസും ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടന്റെ പിന്നെ ഇൻപുട്ട്, പിന്നെ നമ്മുടെ LEDs എല്ലാം കണക്ട് ചെയ്തേക്കുന്ന പിന്നെ ഔട്ട്പുട്ട് ആക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഇവിടെ കണ്ടു. ഇവിടെ നമ്മൾ നമ്മുടെ വർക്കുകളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എയുടെ വാല്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ആവാൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എയുടെ വാല്യൂ 1 ആവുമ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന ഡിജിറ്റ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കണം. 2 ആകുമ്പോൾ 2 അപ് ടു 9 വരെ കാണിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ അത് ഞാൻ പ്രോഗ്രാം ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഓരോ ഡിജിറ്റ്. ഓക്കെ. ഓരോ ഡിജിറ്റ് ഇപ്പൊ 1 എന്ന് പറയുന്ന ഡിജിറ്റ് നമ്മുടെ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ കാണിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 1 എന്ന് പറയുന്ന ഡിജിറ്റ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 1 എന്ന് പറയുന്ന ഡിജിറ്റ് എപ്പോഴൊക്കെയാണോ കാണിക്കേണ്ടത് അപ്പൊ നമ്മൾ നമ്മുടെ മെയിൻ ലൂപ്പിനകത്ത് ആ ഒരു 1 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതേപോലെ തന്നെ 2 എന്ന് പറയുന്ന ഡിജിറ്റ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനും ഡാറ്റ ടൈപ്സ് ഉണ്ട്. പല ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. വോയിഡ്, ഇൻഡിജർ, ബൂളിയൻ, അങ്ങനെ പറഞ്ഞ പല ടൈപ്പ് ഡാറ്റ, ലൈക്ക് എന്താ പറയുക, പല ടൈപ്പ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് വോയിഡ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിലാണ്. വോയിഡ് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ലൈക്ക് ഫംഗ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷനും ഉണ്ട്. റിട്ടേൺ വാല്യൂ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്. അതായത് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ആയിട്ട് ഒരു റിസൾട്ട് ആയിട്ട് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ തരുവാണെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ എന്ന് പറയും. അതല്ല, നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒന്നും അതിന് റിട്ടേൺ ആയിട്ട് ഇററോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജോ വാല്യൂ ഒന്നും തരാത്തൊരു ഫംഗ്ഷനെ നമ്മൾ നോർമൽ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വോയിഡ് വെച്ചത്. ഓക്കെ. വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ നമുക്ക് നോൺ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അതായത് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് വോയിഡ്. ഓക്കെ. അപ്പൊ ഞാൻ വോയിഡ് എന്ന് പറഞ്ഞിട്ട് സീറോ സീറോ കാണിക്കാനുള്ള ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ പോകും. അപ്പൊ അതിന്റെ പേര് ഞാൻ സീറോ എന്ന് തന്നെ ഇടുവാണ്. ഓക്കെ. ഓക്കെ. സീറോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അതേപോലെ തന്നെ വോയിഡ് 1.
വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഈ ഫംഗ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ വോയിഡ് ലൂപ്പിന് പുറത്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വോയിഡ് ലൂപ്പ്. നമ്മൾ വോയിഡ് ലൂപ്പിന് പുറത്താണ് ഫംഗ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, വോയിഡ് വൺ, വോയിഡ് ടു, വോയിഡ് ത്രീ. ഓക്കെ, 1 2 3, അങ്ങനെ നമ്മൾ 9 വരെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, 3, വോയിഡ് 4, 4, 6, 7, 8, 9. ഓക്കെ, അപ്പൊ ഞാനിവിടെ 10 ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 0 തൊട്ട് 9 വരെ ഷോ ചെയ്യിപ്പിക്കാനുള്ള ഫങ്ഷൻസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം എം ആണ്. ഈ ഫങ്ഷൻസ് കോൾ ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, കാരണം ഇതിന്റെ നമ്മൾ കോഡൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് കോഡ് എഴുതണം. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്ന ഡിജിറ്റ് ഈ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ കാണണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതൊക്കെ സെഗ്മെന്റ്സിൽ എൽ ഇ ഡി ആണ് ഓണും ഓഫും ആവേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ടാണ് പറയുന്നത്. 0 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ആണ്. ഓക്കെ, 0 എന്ന് പറയുന്ന ഡിജിറ്റ് ആകുമ്പോൾ ABCDEF ഇത്രയും സെഗ്മെന്റ്സ് ആണ് ഓൺ ആവേണ്ടത്, അല്ലേ? ഇത്രയും സെഗ്മെന്റ്സ് ആണ് ഓൺ ആവേണ്ടത്. ജി മാത്രം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ 0 എന്ന് പറയുന്ന ഡിജിറ്റ് കോൾ ചെയ്യണം. 0 എന്ന് പറയുന്ന ഡിജിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ്സ് ഓൺ ആണ്? ABCDEF. ഓക്കെ, അപ്പൊ ഞാൻ അത് ആ ഒരു ഫംഗ്ഷനകത്ത് റൈറ്റ് ചെയ്യുവാണ്. ഡിജിറ്റൽ റൈറ്റ് ഇൻ കോമ റൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന സെഗ്മെന്റ് ഹൈ ആക്കാനുള്ള കോഡ് ഞാൻ എഴുതി. ഓക്കെ, ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാ സെഗ്മെന്റിനും വേണമല്ലോ. അപ്പൊ ഞാൻ എല്ലാ സെഗ്മെന്റിന്റെയും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ സെഗ്മെന്റും ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോവാ. ABCDEFG. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ജി എന്ന് പറയുന്ന പിന്നിൽ മാത്രം അത് ലോ ആയാൽ മതി, LED കത്താതിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ജി എന്ന് പറയുന്ന പിന്നിൽ മാത്രം അത് ലോ ആക്കുക. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചേ? 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു വോയിഡ് ലൂപ്പിനകത്ത് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത്രയും സെഗ്മെന്റ്സിന്റെ വാല്യൂ ഹൈ ആക്കും. അതായത് ഇ- ഈ എ പിന്നെ ഹൈ ആക്കും, ബി പിന്നെ ഹൈ ആക്കും, സി പിന്നെ, ഡി പിന്നെ, ഇ പിന്നെ, എഫ് പിന്നെ എല്ലാം ഹൈ ആക്കും. ജി പിന്നെ മാത്രം ലോ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോ 0 എന്ന് പറയുന്ന ഡിജിറ്റ് ഇവിടെ കാണിക്കും. ഓക്കെ, ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, നെക്സ്റ്റ് വണ്ണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് ഹൈ ആക്കേണ്ടത്? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ കാഥോഡ് ആണ്. ഓക്കെ, കോമൺ കാഥോഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, വൺ എന്ന് പറയുന്ന ഡിജിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ്സ് ഹൈ ആവണം? അതേപോലെ 2 ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ്സ് ഹൈ ആകണം? അതെല്ലാം നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ, നോക്കട്ടെ എത്ര പേർക്ക് കാര്യം മനസ്സിലായെന്ന്.
ഓക്കെ, ബി സി. ഓക്കെ, 1 എന്ന് പറയുന്ന ഡിജിറ്റ് കാണിക്കാൻ വേണ്ടി ബിയും സിയും ഹൈ ആക്കിയാൽ മതി. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1 എന്ന് പറയുന്ന ഡിജിറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, 1 എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഞാൻ ഇത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ബിയും സിയും മാത്രം ഹൈ ആക്കിയാൽ മതി അല്ലേ? ബാക്കിയെല്ലാം ലോ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാം. എനിക്കിപ്പോ ഇവിടെ ഈ ഹൈ മാറ്റിയിട്ട് ലോ എന്നൊക്കെ ടൈപ്പ് ചെയ്യണ്ടേ? അതിപ്പോ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഹൈ എന്നും ലോ എന്നും പറയുന്ന സാധനം, ഹൈക്ക് പകരം നമുക്ക് 1 വെച്ച് റീപ്ലേസ് ചെയ്യാം, ലോയ്ക്ക് പകരം നമുക്ക് 0 വെച്ച് റീപ്ലേസ് ചെയ്യാം. രണ്ടും ഈക്വൽ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വരെ ഞാൻ 0 ആയിരിക്കും. ഹൈ എന്ന് പറയുന്നിടത്ത് 1 നോക്കിയേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ 1 ചെയ്തു. ഓക്കെ, ഇനി പറഞ്ഞേ, ഇനി നമ്മൾ 2 ആണ് കാണിക്കേണ്ടത്. 2 കാണിക്കാൻ വേണ്ടിട്ടോ, ഓക്കെ, 2 കാണിക്കാൻ വേണ്ടിയിട്ട് എ ബി ഡി ഇ ജി. ഓക്കെ, എ ബി ഡി ജി. ഓക്കെ, എ ബി ബി എ ബി ജി ഇ ഡി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ 2 കാണിക്കാൻ വേണ്ടിയിട്ട് 2 കാണിക്കാൻ വേണ്ടിയിട്ട് 2 എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എ പിന്നെ ഹൈ ആക്കണം, എ പിന്നെ ഹൈ ആക്കണം, ബി പിന്നെ ഹൈ ആക്കണം, സി പിന്നെ 0, ഡി പിന്നെ ഹൈ ആക്കണം, ഇ പിന്നെ 0, അല്ല ഇ പിന്നെ ഹൈ ആക്കണം, എഫ് പിന്നെ 0 ആക്കണം, ജി പിന്നെ ഹൈ ആക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3യുടെ പറഞ്ഞ 3യുടെ 3 3 3 എ ബി ജി സി ഡി. എ ബി ജി സി എ ബി ജി സി ഡി. ഓക്കെ ഓക്കെ. എ ബി ജി. ഓക്കെ അല്ലേ? എ ബി ജി സി. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, പിന്നെ ജി ഉണ്ട്. ബാക്കിയെല്ലാം 0. ഓക്കെ അല്ലേ? ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. 4ന്റെ അപ്പോ 4ന്റെ 4 4ന്റെ ഏതൊക്കെ വരും? 4ന്റെ ഓക്കെ, അപ്പൊ 4ന്റെ ബി സി എഫ് ജി, ബി ജി എഫ് സി. ഓക്കെ, നമുക്ക് നോക്കാം. 4ന്റെ അല്ലേ? 4ന്റെ ബി സി എഫ്, ബിയും സിയും എഫും ജിയും. ഓക്കെ ഓക്കെ, 1 2 3 4 4 സെഗ്മെന്റ്. ഓക്കെ, 5നോ? 5 5നപ്പോ ഏതൊക്കെ സെഗ്മെന്റ് ആയിരുന്നു? എ എഫ് ജി സി ഡി. ഓക്കെ ഓക്കെ, എ എഫ് ജി സി ഡി. ഓക്കെ, എ സി ബി എഫ് ഡി. എ സി
D. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Okay. 5, okay. 6, oh. 6, 6. ഓക്കെ, 6 നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഇതാ ഇവിടുന്ന് A, F, E, B, C, G വെച്ച് എഴുതാം. അതല്ല നമുക്ക് ഈ എ ഒഴിവാക്കിയിട്ട് FEDCG എന്ന് എഴുതാം. ഓക്കെ. ഓക്കെ, അപ്പൊ കൂടുതൽ പേരും കമന്റ് ചെയ്തേക്കുന്നത് 1, 2, 3, 4, 5, 6. ഓക്കെ, 6 സെഗ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളതാ. ഓക്കെ, അപ്പൊ ഞാൻ അത് തന്നെ ഫോളോ ചെയ്യാം. ബി മാത്രം 0 ആയാൽ മതി. ബി മാത്രം 0. ഓക്കെ. 6. 7, ഓ 7. 7. 7. ആ, ഓക്കെ. ABC 7 എടുക്കാം. A, B, C. ബാക്കിയെല്ലാം 0. ഓക്കെ, കറക്റ്റ്. 8ന്റെയോ? 8ന്റെ 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 ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റും. ABCDEFG. ഓക്കെ, എല്ലാ സെഗ്മെന്റും ഓൺ ആയാലും നമുക്കപ്പോ 8 എന്ന് പറയുന്ന ആൽഫബറ്റ് കിട്ടും അല്ലെ? അല്ല, ഡിജിറ്റ് കിട്ടും അല്ലെ? ഓക്കെ. നയന്റെ അപ്പോ 9ന്റെ ABCDGF. ഓക്കെ. ABCD G. ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഡിയും കൂടെ വന്നാലേ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാം കോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫങ്ഷൻസ് എല്ലാം കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 0 തൊട്ട് 9 വരെയുള്ള ഫങ്ഷൻസ് കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് എന്താ വേണ്ടേ? ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഡിജിറ്റ്സ് ഒക്കെ ഇതിനകത്ത് കാണണം അല്ലെ? അതായത് എയുടെ വാല്യൂ, അതായത് ഇവിടെ കാണുന്ന ഈ എയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. 1 ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. 2 ആണെന്നുണ്ടെങ്കിൽ 2യുടെ ഫംഗ്ഷൻ. അങ്ങനെ അങ്ങനെ. പിന്നെ നമുക്ക് 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റ് ഒന്നും കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് റീസെറ്റ് ആവുകയും ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് കോഡിന്റെ വർക്കിംഗ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എയുടെ വാല്യൂ നമുക്കിവിടെ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആയല്ലോ. ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അകത്ത് A=A+1 എന്ന് പറയുന്ന രീതിയിൽ എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഇഫ് ലൂപ്പിൽ തന്നെ പ്രോഗ്രാം ചെയ്യാൻ പോകും. ഇഫ് A=0. ഓക്കെ, എയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഓക്കെ, ഓക്കെ. എൽസ് if A== 1. ഓക്കെ, 1. ഓക്കെ, അതായത് ഇഫ് എയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. എൽസ് ഇഫ് എയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ കോൾ ചെയ്യുക. വീണ്ടും എൽസ് ഇഫ് A==
ടു ടു. ഓക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ 9 വരെ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്തു. എല്ലാരും ചെയ്തു കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഞാനിവിടെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇഫ് എ ഇസ് ഈക്വൽ ടു 0, 0. ഇഫ് എൽസ് ഇഫ് എ ഇസ് ഈക്വൽ ടു 9, 9. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, നമുക്ക് മാക്സിമം ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന ഡിജിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ആണ്. അപ്പൊ എയുടെ കൗണ്ട്, അതായത് ഈ പറയുന്ന എയുടെ കൗണ്ട് 10ലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എയുടെ വാല്യൂ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് റീസെറ്റ് ചെയ്യാനുള്ള ലൈനും കൂടെ കൊടുക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 9. ഓക്കെ, എ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എയുടെ വാല്യൂ 9നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. ഓക്കെ, ഓക്കെ. കോഡ് ഫുൾ ആയിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ കോഡ് ഫുൾ ആയിട്ട് കാണിക്കാം. കോഡ് കോഡ് ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ലോജിക്ക് മാത്രം കാണിച്ചത്. ഇതാ. ഓക്കെ, അതായത് ബട്ടൺസ് ഇവിടെ ഡിക്ലെയർ ചെയ്തു, നമ്മൾ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു, പിന്നെ നമ്മുടെ ലോജിക്ക് ലോജിക്ക് ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, പിന്നെ താഴെ ഫങ്ഷൻസ് ആണ് വരുന്നത്, ഫങ്ഷൻസ്. ഓക്കെ, ഓക്കെ. ഇപ്പൊ ഞാൻ ഈ റൈറ്റ് ചെയ്ത കോഡിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇത് തെറ്റാണോ ശരിയാണോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമുക്ക് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടല്ലോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോഡ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അപ്പൊ കോഡ് മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തവർക്ക്
ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ സൂം ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ. അപ്പൊ ഞാനിവിടെ റൺ ചെയ്യാൻ പോവാണേ. ഓക്കെ. ഇവിടെ എന്തോ കുറവുണ്ട്. 103-ാമത്തെ ലൈനിൽ. ഓക്കെ. ഇവിടെ ഒരു ചുമ്മാ ഒരു സാധനം നടപ്പുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. സെർവർ ബിസിയാണ്, നിങ്ങൾ പരിഗണിക്കാം. ഓക്കെ. ഓക്കെ. ഇപ്പൊ റൺ ആയിട്ടുണ്ടേ. ഇപ്പൊ കണ്ടോ, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യാത്ത സമയത്ത് ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ 0 ആണല്ലോ. അപ്പൊ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. 1 ആയി. 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് 0യിലേക്ക് ആവണം. ഓക്കെ. 0 ആയി. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്ലിച്ച് കണ്ടായിരുന്നു നിങ്ങൾ. ഇതാ ഇവിടെ 8, 9. ഓക്കെ. ഞാൻ പ്രസ് ചെയ്തപ്പോൾ അത് 8ലേക്ക് വന്നിട്ടാണ് വീണ്ടും 0 ആയത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ഡയറക്റ്റ് 0യിലേക്കല്ലേ പോകണ്ടേ? അതിവിടെ ഉള്ള ഏതെങ്കിലും ഒരു ലോജിക്കൽ ഇഷ്യൂ കാരണമായിരിക്കും. അതൊരു ഗ്ലിച്ചാണ്. ഇതിന്റെ നടുക്കൊരു 8 വന്നു. ഓക്കെ. നമുക്ക് ഈ ഒരു ലൈൻ എടുത്തിട്ട് ഏറ്റവും മുന്നിൽ ഇട്ട് നോക്കാം. ചിലപ്പോ ആ ഒരു ഗ്ലിച്ച് പോയി. ഓക്കെ. ഇപ്പൊ ഈ ഒരു ലൈൻ എടുത്ത് ഏറ്റവും മേലിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എയുടെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് താഴെ ഡിജിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകത്തുള്ളൂ. ഓക്കെ. നേരത്തെ എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഡിജിറ്റ് കാണിച്ചു കഴിഞ്ഞിട്ട് എയുടെ വാല്യൂ 9നേക്കാൾ മേലെ കാണുന്നുള്ളത് ചെക്ക് ചെയ്യത്തുള്ളായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ ഒരു അൺസർട്ടനിറ്റി വരും. അതുകൊണ്ടായിരിക്കാം മേ ബി അവിടെ 9 കഴിഞ്ഞിട്ട് ഒരു 8 കാണിച്ചിട്ട് 0യിലേക്ക് പോയത്. 9 ഇപ്പൊ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് 9 0യിലേക്ക് പോകണം, വേറെ ഡിജിറ്റ് ഒന്നും കാണിക്കാതെ. ഓക്കെ. കാണിക്കുന്നില്ല, അല്ല കാണിക്കുന്നുണ്ട്. ഉം, 8 = 0. നമ്മളുണ്ടെങ്കിൽ ഇപ്പം ഓക്കെ. ആ ഗ്ലിച്ച് ആക്ച്വലി മാറി. അത് ആ 9ന്റെ ഡിജിറ്റ് സ്വിച്ച് ചെയ്യുന്നതിന്റെ ലാഗ് ആ കാണിക്കുന്നത്. ഓക്കെ. അത് മാറിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടിയോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ടാസ്കിലേക്ക് പോവാം. നോക്കട്ടെ ഇനി ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഉം, ഉം.
നമുക്കിനി ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിജിറ്റൽ സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ്. അതായത് ജസ്റ്റ് ഹൈ ഓർ ലോ, ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഏതൊരു ഹൈ ഏതൊരു ലോ അതാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡിയിലേക്കാണെന്നുണ്ടെങ്കിലും ഹൈ ഓർ ലോ എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഹൈയും ലോയും അല്ലാതെ അനലോഗ് സിഗ്നൽസും ആയിട്ട് ഒന്ന് ഡീൽ ചെയ്ത് നോക്കാം. ഓക്കെ, അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഹൈയുടെയും ലോയുടെയും ഇടയിൽ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, 0 അല്ലെങ്കിൽ 1. ഓക്കെ, ഇതിന് ഇന്റർമീഡിയറ്റ് ഉള്ള സ്റ്റേറ്റ് ഡിജിറ്റലിന് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന് 3 പിന്നുണ്ട്. ഗ്രൗണ്ട്, സിഗ്നല്, VCC. ഓക്കെ, 3 പിന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന് ഇങ്ങനെ ലൈക്ക് VCC, സിഗ്നൽ, ഗ്രൗണ്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരു പിന്നോ അങ്ങനെ ഒരു കൺവെൻഷനോ ഒന്നും ഇല്ല. ഓക്കെ, ഇത് നമുക്ക് ലൈക്ക് മനസ്സിലാക്കാനും വയറിങ് ചെയ്യാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ അവർ ലേബൽ ചെയ്ത് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന് പൊളാരിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉള്ള ഒരു ഡിവൈസ് അല്ല. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെസിസ്റ്റർ ആണ്, വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഓക്കെ, റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ല. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലൈക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് VCC എന്നും ഗ്രൗണ്ടും കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടും VCC അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് കൊടുത്താലും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഞാനിത് കണക്ട് ചെയ്യാൻ പോവാ. ഇപ്പൊ ഇവര് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാൻ പോവാ. VCC ഞാനെടുത്ത് 3.3 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്റർ ലൈക്ക് തിരിക്കുമ്പോൾ ഏതൊക്കെ വാല്യൂ ആണ് റീഡ് ആവുന്നത് എന്നുള്ളത് നോക്കും. എന്നിട്ട് അത് ജസ്റ്റ് സീരിയൽ മോഡിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു LED ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, ഗ്രൗണ്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, സിഗ്നൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ നേരത്തെ ബട്ടൺ കണക്ട് ചെയ്ത സെയിം പിന്നിലേക്ക് കണക്ട് ചെയ്യും. 34 എന്ന് പറയുന്ന ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇത് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഫുൾ സ്ക്രീൻ എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ കോഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്യാൻ പോകുന്നത്. വോയിഡ് സെറ്റപ്പ്, വോയിഡ് സെറ്റപ്പ്, വോയിഡ്. ഓക്കെ, 2 ലൂപ്പ് ഇട്ടു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ റീഡ് ചെയ്യുന്ന അനലോഗ് വാല്യൂസിനെ സീരിയൽ മോണിറ്ററിൽ ഷോ ചെയ്യിപ്പിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ സീരിയൽ മോണിറ്റർ നമുക്ക് വേണം. അപ്പൊ ഞാൻ സീരിയൽ മോണിറ്ററിനെ കോൺഫിഗർ ചെയ്യുമ്പോൾ സീരിയൽ ഡോട്ട് ബിഗിൻ, പിന്നെ നമ്മുടെ ബോർഡ് റേറ്റ് 115200. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തേക്കുന്ന പിന്നിനെ ഇൻപുട്ട് പിന്നാക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ 34th പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിനെ നമുക്ക് ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻസ് കഴിഞ്ഞു. അതായത് നമ്മൾ സീരിയൽ മോണിറ്റർ ഇനീഷ്യലൈസ് ചെയ്തു. 34th പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ റീഡ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. അപ്പൊ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇന്റ് അല്ല, നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഓക്കെ ഇന്റിജർ ആകാം. ഇന്റ് വോട്ട് വാല്യൂ. ഓക്കെ,
പോർട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ആ വേരിയബിളിലേക്ക് ഞാൻ ഈ ഒരു 34th പിന്നിലെ അനലോഗ് റീഡിങ്ങിനെ അസൈൻ ചെയ്യുക. ഓക്കെ, അനലോഗ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ അനലോഗ് റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അനലോഗ് വാല്യൂവിനെ റീഡ് ചെയ്യാൻ. ഡിജിറ്റൽ വാല്യൂവിനെ ആണ് നമ്മൾ റീഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടന്റെ കേസിലൊക്കെ നമ്മൾ ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും, ഡിജിറ്റൽ വാല്യൂവിനെ റീഡ് ചെയ്യാൻ. അനലോഗ് വാല്യൂവിനെ റീഡ് ചെയ്യാൻ അനലോഗ് റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അനലോഗ് റീഡ് പിൻ നമ്പർ, അതായത് ഇവിടെ നമ്മുടെ 34th പിൻ. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? 34th പിന്നിൽ റീഡ് ചെയ്യുന്ന വാല്യൂവിനെ പോർട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ എന്താ? ആ ഒരു വേരിയബിളിന്റെ വാല്യൂവിനെ ഷോ ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ. ഓക്കെ, പ്രിന്റ് എൽ പോർട്ട് വാല്യൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളിവിടെ അതും ചെയ്തു. അതായത് പോർട്ട് വാല്യൂയിലേക്ക് അനലോഗ് റീഡ് ചെയ്യുന്ന വാല്യൂ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ റീഡ് ചെയ്ത വെച്ച വാല്യൂ സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എന്ന് വെച്ചിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയുള്ള കോഡ്, ജസ്റ്റ് 2 ലൈൻ ഓഫ് കോഡേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോ ഇവിടെ 0 ആണ്. അപ്പൊ അത് കണ്ടോ, ഞാൻ കറക്കുന്നതിനനുസരിച്ച് വാല്യൂ മാറുന്നുണ്ടോ? ഓക്കെ, മാറുന്നുണ്ടോ? കണ്ടോ, ഞാൻ തിരിക്കുമ്പോൾ ഇവിടെ വാല്യൂ മാറുന്നുണ്ടോ? അതായത് അവിടെ ഞാൻ പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ അവിടുത്തെ റെസിസ്റ്റൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസിന്റെ റീഡിങ്, ആ ഒരു GPIO പിന്നിലുള്ള റീഡിങ്ങിന്റെ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, 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 മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പൊട്ടൻഷ്യൽ മീറ്ററിന്റെ പ്രാക്ടിക്കൽ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മുടെ ഈ വീട്ടിലെ ഹോം തിയേറ്റർ ഒക്കെ ഇല്ലേ? ഹോം തിയേറ്റർ, അതേപോലെ തന്നെ വണ്ടിയുടെ അകത്ത് MP3 പ്ലെയർ ഒക്കെ ഇല്ലേ? അതിന്റെ നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇങ്ങനെ തിരിക്കുന്ന ഒരു നോബായിരുന്നു. അതിങ്ങനെ തിരിക്കുമ്പോൾ വോളിയം ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ഈ ഒരു ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു നോബ് തിരിക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് മാറും. ആ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് പകരം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു LED വെച്ചിട്ട് LED ബ്രൈറ്റ്നസ് ആണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ആ ഒരു LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കോഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് വേണം? LED വേണം. അപ്പൊ നമുക്ക് LED വെക്കാം. LED സെലക്ട് ചെയ്യുന്നു. LED ഞാൻ സെലക്ട് ചെയ്തു. LED കളർ ഞാൻ മാറ്റി. എന്നിട്ട് ഈ LED ഞാൻ കാഥോഡ് നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ആനോട് നേരെ
ഡിജിറ്റൽ പിന്നെ ഫോറിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ LED കണക്ട് ചെയ്തിരിക്കുന്ന പിന്നും കൂടെ ഡിക്ലെയർ ചെയ്യണം. പിന്നോട് കണക്ട് ചെയ്തിരിക്കുന്ന പിന്നെ 4 ആണ്. 4, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ LED ഓണും ഓഫും ആക്കുന്ന കേസിൽ ജസ്റ്റ് ലൈക്ക് ഡിജിറ്റൽ റൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ശരിക്കും ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനി ഓണും ഓഫും ആക്കുമല്ല വെറുതെ, നമ്മൾ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പോവുക. അപ്പൊ നമുക്ക് വേരിയബിൾ വോൾട്ടേജ് ആണ് നമ്മുടെ LED ആ ഒരു ഔട്ട്പുട്ടിലേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് ഓക്കെ, അനലോഗ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. Okay. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ പോർട്ട് വാല്യൂയിലേക്ക് ഈ റീഡ് ചെയ്ത് വെച്ച പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ തന്നെയാണ് നമ്മുടെ ആ ഒരു പിൻ നമ്പർ 4ലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ. എൽഇഡിയുടെ പിന്നെ 4 ആണ്. ഓക്കെ. അതായത് ഇപ്പൊ ഈ പോർട്ടിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അനലോഗ് റൈറ്റ് 4,0 ആയിരിക്കും. പൊട്ടൻഷ്യോമീറ്ററിന്റെ പോർട്ട് വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ അനലോഗ് റൈറ്റ് 4,100 ആയിരിക്കും. അപ്പൊ ആ ഒരു 100 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും അവിടെ ആ ഒരു LED ഉണ്ടാവുന്നത്. ഓക്കെ. ഓക്കെ. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ? ഞാനിവിടെ പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് മാറുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ വാല്യൂ ഹൈയിലേക്ക് പോവുക. ലൈക്ക് ഹൈ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഇതിന്റെ ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് കത്താൻ തക്കവണ്ണം വാല്യൂയിലേക്ക് പോകുന്നത്. ഈ 1061 എന്ന് പറയുന്നതൊക്കെ വലിയ ബ്രൈറ്റ്നസ് വാല്യൂ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം ഈ ഒരു എന്താ പറയാ അനലോഗ് റൈറ്റിന്റെ അവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. 255ലാണ് നമ്മുടെ ഈ ഒരു LED മാക്സിമം ബ്രൈറ്റ്നസ്സിൽ കത്തുന്നത്. അതേപോലെ തന്നെ 0-ൽ ഇത് ഓഫ് ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അനലോഗ് റൈറ്റിന്റെ അവിടെ 0 to 255ലേക്കുള്ള വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ വാല്യൂവിനെ 0 to 255 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് സ്കെയിൽ ചെയ്യണം. ഓക്കെ. അതിന് നമുക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, മാപ്പ് മാപ്പ് ഫംഗ്ഷൻ. ഓക്കെ. അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. വാല്യൂ ഈക്വൽ ടു ഉം. 4095. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ നമ്മൾ പൊട്ടൻഷ്യോ പോർട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു പോർട്ട് വാല്യൂവിനെ 0 to 255 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് ചെയ്തിട്ടുള്ള വാല്യൂ ഞാൻ സേവ് ചെയ്യുന്നത് ഈ സെയിം പോർട്ട് വാല്യൂയിലേക്കാണ്. ഓക്കെ, അപ്പൊ ഈ പോർട്ട് വാല്യൂ ഇസിക്കൽ ടു മാപ്പ് പോർട്ട് വാല്യൂ കോമ 0,255 0,4095. ഓക്കെ, അപ്പൊ ഈ 0,255 എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടേണ്ട ലോവർ വാല്യൂ ഏതാണ്, അതേപോലെ തന്നെ മാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടേണ്ട ഹയർ വാല്യൂ ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ മാപ്പ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ലോവർ വാല്യൂ 0 തന്നെയാണ്, അതായത് 0 വന്നു കഴിഞ്ഞാൽ 0 തന്നെ കാണിക്കണം. ബട്ട് 255 എന്ന് പറയുന്നത് 4095 വന്നു കഴിഞ്ഞാൽ കാണിക്കേണ്ട വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോഗ്രാം ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മാപ്പ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ സീരിയൽ മോണിറ്ററിൽ കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, അതിന് എന്തോ ഇഷ്യൂ ഉണ്ട്. ഞാൻ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു എന്തോ 4055 54. ഇനി റൺ നോക്കാം. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കി എന്റെ ബ്രൈറ്റ്നസ് ചേഞ്ച് ആവും. കണ്ടോ, 33 ആയപ്പോ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടി. കണ്ടോ, 77 ആയപ്പോ കുറച്ചുകൂടെ മാറുന്നുണ്ട്. ഇതാ, ഞാൻ തിരിച്ച് തിരിച്ച് കൊണ്ടുവന്നു 255ലേക്ക് ആക്കുമ്പോൾ ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് ആക്കുന്നു. ഓക്കെ, ഇതാ കണ്ടോ, ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട്. നമുക്കത് ആക്ച്വൽ LED അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാത്തതാ. ഓക്കെ, കണ്ടോ, 19 കുറച്ച് കത്തുന്നുള്ളൂ. ഇതാ 255 ആയപ്പോ കുറച്ചുകൂടെ നല്ല ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ, പൊട്ടൻഷ്യൽ മീറ്ററിന്റെ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു പ്രോഗ്രാമിംഗ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മാപ്പ് കൊണ്ട് എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മാപ്പ് എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ, അത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യോ മീറ്റർ നമ്മൾ തിരിക്കാത്ത സമയത്ത് അതിന്റെ റീഡിങ് 0 ആണ്. ഓക്കെ, പൊട്ടൻഷ്യോ മീറ്റർ തിരിച്ച് മാക്സിമം നമ്മൾ തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 4095 ആണ്. ഓക്കെ, അത് നമ്മളിവിടെ തിരിക്കുമ്പോൾ നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ കിട്ടിയ ഒരു കാര്യമാണ്. അതായത് പൊട്ടൻഷ്യോ മീറ്ററിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0യും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 4095 ആണ്. ഓക്കെ, പക്ഷേ പക്ഷേ നമ്മുടെ അനലോഗ് റൈറ്റില് നമുക്ക് മാക്സിമം റൈറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. അത് ആ ഒരു അർഡിനോ ഫ്രെയിം വർക്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു അനലോഗ് റൈറ്റിന്റെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് 255ഉം മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കൺസ്ട്രെയിൻ എന്താന്ന് വെച്ചാൽ നമുക്ക് അനലോഗ് റൈറ്റിൽ 0 to 255 എന്ന് പറയുന്ന റേഞ്ചിലെ വാല്യൂസ് റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 4095 എന്ന് പറയുന്ന കിട്ടുന്ന വാല്യൂവിനെ 0 to 255 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ആ ഒരു മാപ്പിംഗ് ആണ് നമ്മൾ ഇവിടെ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ആക്ച്വലി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മാപ്പ് വോട്ട് വാല്യൂ 0,4095,0,255. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോർട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിനെ, അതായത് ഈ പോർട്ട് വാല്യൂ, ഇവിടുത്തെ പോർട്ട് വാല്യൂ, ഈ പോർട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറഞ്ഞു കൊടുക്കുക. പോർട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ആ ഒരു വേരിയബിളിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 4095 ആണ്. അതായത് കിട്ടുന്ന വാല്യൂ, കിട്ടുന്നതിന്റെ മിനിമം വാല്യൂ 0യും കിട്ടുന്നതിന്റെ മാക്സിമം വാല്യൂ 4095 ആണെന്നുള്ളത് നമ്മളെ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ടതിന്റെ മിനിമം വാല്യൂ 0യും മാക്സിമം വാല്യൂ 255 ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇതാണ് മാപ്പിന്റെ ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ മാപ്പ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കിട്ടുമ്പോൾ 0 റിട്ടേൺ ചെയ്യും, 4095 കിട്ടുമ്പോൾ 255 റിട്ടേൺ ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ ആ ഒരു എന്താ പറയാ, ലിമിറ്റേഷൻ എന്നുള്ളതല്ല, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഡാറ്റയെ എന്താ പറയാ കൈകാര്യം ചെയ്യുക ചെയ്തത്. നമുക്ക് കിട്ടിയ ഡാറ്റയെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ് ചെയ്തു. മനസ്സിലായോ? നമുക്ക് കിട്ടുന്നത് 0 to 4095 ആണ്. ആ ഒരു 4095 എന്ന് പറയുന്ന വാല്യൂവില് നമ്മൾ ഈ നോബ് ചെറുതായിട്ട് തിരിച്ചാൽ പോലും അത് 255ന്റെ മേലിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസിന്റെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഹാർഡ്വെയറിന്റെ ലിമിറ്റേഷനെ നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫേംവെയറിൽ റെക്ടിഫൈ ചെയ്തു. അങ്ങനെ പറയാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. ഉം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെൻസറും കൂടി ഇന്റർഫേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ റിയൽ വേൾഡില് ഡെയിലി യൂസിൽ നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് പറ്റുന്ന സെൻസർ ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്റെ ഈ സൈറ്റ് ഹാങ് ആണ്. ഉം. Okay. നോക്കട്ടെ നമുക്ക് പറ്റുന്ന സെൻസർ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉം. 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 ഓക്കെ, നമുക്ക് അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഈ ഒരു നമ്മളിവിടെ ഇപ്പൊ കറന്റ് എന്താ പറയാ, ഇവിടെ എടുത്തേക്കുന്ന സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HC-SR04 എന്ന് പറയുന്ന ഒരു അൾട്രാസോണിക് സെൻസറാണ്. ഓക്കെ, ഈ അൾട്രാസോണിക് സെൻസർ എങ്ങനെയാ വർക്ക് ആവുന്നത് നിങ്ങൾക്ക് അറിയാവോ? അൾട്രാസോണിക് സെൻസർ, നിങ്ങൾ എത്ര പേർക്ക് അറിയാം അൾട്രാസോണിക് സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? അതായത് അൾട്രാസോണിക് സെൻസറിന്റെ പുറകെ തിയറിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, സൗണ്ട് വേവ്സ് ആണ്, എന്നാലും അതെങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഓക്കെ, റിഫ്ലക്ഷൻ സെൻസ് ചെയ്ത് വേവ്സ് റീബൗണ്ട്സ് ആകുമ്പോൾ ഫ്രീക്വൻസി, ഒബ്ജക്ട്സ് വരുമ്പോൾ ഓക്കെ, ടൈം, ടൈം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഐഡിയ ഉണ്ട് സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ സെൻസറിന്റെ കേസ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ സെൻസറിനകത്ത് രണ്ട്
ഉണ്ട കണ്ടോ, ലൈക്ക് രണ്ട് കണ്ണ് പോലെ കണ്ടോ? ഓക്കെ, ഇതിനകത്ത് ഒരു സാധനം എന്ന് പറഞ്ഞാല് IR ട്രാൻസ്മിറ്റർ ആണ്. അല്ല, IR അല്ല, അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ ആണ്. ഒരു ലൈക്ക് വട്ടം എന്ന് പറയുന്നത് ഐ അൾട്രാസോണിക് റിസീവർ ആണ്. ഓക്കെ, അതായത് ഒരു ആ, ഇതിനെ ട്രാൻസ്ഡ്യൂസർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഡിവൈസിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ ഒരു വേവിനെ ക്രിയേറ്റ് ചെയ്യും. മറ്റേ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ ആ പോയ വേവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ചയ്ക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു IR ട്രാൻസ്മിറ്റർ, അല്ല IR അല്ല, അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ ഒരു അൾട്രാസോണിക് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ഓപ്പൺ എയറിൽ കൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അൾട്രാസോണിക് വേവ് ആ ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഈ തിരിച്ചു വരുന്ന വേവിനെ നമ്മുടെ ഈ ഈ ഒരു റിസീവർ റിസീവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പോയ വേവും തിരിച്ചു വന്ന വേവും തമ്മിലുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇത് സെൻഡ് ചെയ്ത ടൈം നമ്മൾ എടുത്തു വെക്കും, പിന്നെ വേവ് റിസീവ് ആയ ടൈം നമ്മൾ എടുത്തു വെക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പോയ അൾട്രാസോണിക് വേവിന്റെ സ്പീഡ് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ടൈമും സ്പീഡും നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ അൾട്രാസോണിക് സെൻസറിന്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന തിയറി. ഓക്കെ, ലൈക്ക് അല്ലെങ്കിൽ അതിന്റെ ആക്ച്വൽ വർക്കിംഗ് അങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഈ അൾട്രാസോണിക് സെൻസറിനുള്ള കോഡ് എന്താ പറയാ സ്വന്തമായിട്ട് എഴുതുന്നില്ല. ഓക്കെ, സ്വന്തമായിട്ട് എഴുതുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോഡ് അത്യാവശ്യം ലൈക്ക് എന്താ പറയാ വലുതാണ്. അതിൻ്റെ അകത്ത് കുറച്ചധികം ലോജിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ എന്താ പറയാ അതിൻ്റെ അകത്ത് മിസ്റ്റേക്സ് കൂടുതൽ വരാനും നമ്മൾ കൂടുതൽ ടൈം അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു സെൻസറിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾസിൽ നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ChatGPT യൂസ് ചെയ്തിട്ട് ഇതിനുള്ള കോഡ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ ChatGPT എടുക്കാൻ പോവാം. ഓക്കെ, ChatGPT എടുക്കും. എന്നിട്ട് ഞാൻ ChatGPT പറയും, ChatGPT എൻ്റെ കയ്യിൽ ഒരു ESP32 ഉണ്ട്, ഒരു അൾട്രാസോണിക് സെൻസർ ഉണ്ട്. എനിക്ക് രണ്ടും യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഷോ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറയാൻ പോവാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ ChatGPT ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ChatGPT ഇതാ എനിക്ക് റെസ്പോൺസ് തരാൻ തുടങ്ങി. വാട്ട് യു നീഡ് ESP32 ബോർഡ് അൾട്രാസോണിക് സെൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ വയറിങ് അവർ പറയുന്നുണ്ട്. VCC 5 വോൾട്ടിലേക്ക് അല്ലെങ്കിൽ 3.3 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. സെൻസറിന്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ സെൻസറിന് ഒരു ട്രിഗർ പിൻ ഉണ്ട്. ആ ഒരു ട്രിഗർ പിന്ന് GPIO 5ലേക്ക് കണക്ട് ചെയ്യാം. എക്കോ പിന്ന് 8ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വയറിങ് നോക്കാം. ട്രിഗർ പിന്ന് 5ലേക്ക്. അതെ, ട്രിഗർ പിന്ന് 5ലേക്ക്. ഓക്കെ, എക്കോ പിന്നെ 18ലേക്ക് മാറും. ഓക്കെ, എക്കോ പിന്നെ 18ലേക്ക്. VCC 5 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ട് എന്ന് പറഞ്ഞു. ഞാനിവിടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഗ്രൗണ്ട് ഗ്രൗണ്ടിലേക്ക്. ഓക്കെ, ഗ്രൗണ്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കിട്ടിയ കോഡിനെ അങ്ങനെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ,
അപ്പൊ ഞാൻ ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കോഡ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് റൺ ആയിട്ട് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്തു, എറർ ഒന്നുമില്ല. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് സ്ലൈഡ് ചെയ്യുന്ന സ്ലൈഡ് ബാർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറയ്ക്കുകയാണ്. അതായത് ആക്ച്വലി നമുക്ക് സിമുലേഷൻ ആയതുകൊണ്ടും ലൈക് സെൻസറിന്റെ ഫ്രണ്ടിൽ കൈവച്ചാൽ ഡിറ്റക്ട് ചെയ്തല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു സിമുലേഷൻ എൻവയോൺമെന്റിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ് ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പിന്നെ ഈ ഒരു സെൻസറിനുള്ള റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം 4 മീറ്ററും മിനിമം 3 സെന്റിമീറ്ററുമാണ്. ഓക്കെ, അതായത് 3 സെന്റിമീറ്ററിന് മേലേക്കും 4 മീറ്ററിന് താഴത്തേക്കും ഉള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു അൾട്രാസൗണ്ട് സെൻസർ പെർഫെക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് തരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടോ 218 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 219 സെന്റിമീറ്റർ കിട്ടി, 1 സെന്റിമീറ്ററിന്റെ വ്യത്യാസം. ഓക്കെ, 79 ആയപ്പോൾ കറക്റ്റ് ആയിട്ട് 79 തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓക്കെ, ഈ കോഡ് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ട്രിഗർ പിന്നിന് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു, എക്കോ പിന്നിന് 18 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, ഈ ഡിഫൈൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ഒരു ട്രിഗർ പിൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് 5 എന്ന് പറയുന്ന വാല്യൂ ആണ് വച്ചേക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫൈൻ യൂസ് ചെയ്താൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പിൻ നമ്പർ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അങ്ങനെ ഇവര് ചാറ്റ് ജി പി ടി എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിഗർ പിൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തേക്കുക, അതേപോലെ എക്കോ പിന്നിലേക്ക് 18 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തേക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ ഒരു പിൻസ് കൺട്രോൾ ചെയ്യാൻ നേരത്തെ നെയിംസ് കോൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ്. നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് അത്ര കൺവീനിയന്റ് അല്ല. കാരണം ഇപ്പോ ലൈക്ക് വലിയൊരു കോഡാണെന്നുണ്ടെങ്കിൽ 18ാമത്തെ പിന്നിലാണ് എക്കോ പിന്ന് കണക്ട് ചെയ്തിട്ട് മുന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ എക്കോ പിൻ എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനും ഡീബഗ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നെയിംസ് കൊടുക്കുന്നത് പിൻ നമ്പർ. അല്ലെ, ഓക്കെ, പിൻസിന് നമ്മൾ നെയിംസ് കൊടുക്കുന്നതിന്റെ റീസൺ അതാണ്. ഓക്കെ, ഓക്കെ, എന്നിട്ട് നമ്മൾ താഴത്തേക്ക് വന്നാലും നമ്മൾ നമ്മുടെ സീരിയൽ മോണിറ്റർ ബിഗിൻ ചെയ്തു. എന്നിട്ട് ഈ ട്രിഗർ പിൻ എന്നുള്ളത് ഔട്ട്പുട്ട് പിന്നും എക്കോ പിൻ എന്നുള്ളത് ഇൻപുട്ട് പിന്നുമായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ എന്താ പറയുക യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെൻസേഴ്സ് ഒക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെൻസർ കണക്ട് ചെയ്യുന്ന പിന്ന് ഇൻപുട്ട് പിന്നായിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പിന്നിനെ ആ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്ന പിന്നിനെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ സെൻസറിന്റെ 2 പിന്നിൽ ഒരു പിന്ന് ഔട്ട്പുട്ടും വേറെ ഒരു പിന്ന് ഇൻപുട്ടും ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രിഗർ പിന്ന് ഔട്ട്പുട്ട് ആണല്ലോ. അപ്പൊ ഈ ട്രിഗർ പിന്നിലേക്ക് നമ്മൾ ഒരു പൾസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ വേവ് ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നത്. ഓക്കെ, ഈ എക്കോ പിന്നിലേക്ക് ആണ് ഈ എക്കോ പിന്നാണ് ഈ തിരിച്ചു വരുന്ന വേവിനെ റിസീവ് ചെയ്തിട്ട് ഈ ഒരു ഇൻപുട്ട് പിന്നിലേക്ക് ഡാറ്റ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വേവ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യണം, നമ്മുടെ വേവ് സെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രിഗർ പിൻ. അപ്പൊ ആ ട്രിഗർ പിൻ നമ്മൾ ഔട്ട്പുട്ടായി സെറ്റ് ചെയ്താലല്ലേ നമ്മുടെ മൈക്രോ കൺട്രോളറിൽ നിന്ന് വേവ് സെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കമാൻഡ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ട്രിഗർ പിൻ ഔട്ട്പുട്ട് ആയതും പിന്നെ ഈ പോയ വേവ് തിരിച്ചു വന്നാൽ ഡിറ്റക്ട് ചെയ്തിട്ട് എക്കോ പിൻ ആണ് നമ്മുടെ ഡാറ്റ തരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ എക്കോ പിന്ന് മാത്രം ഇൻപുട്ട് ആയത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വോയിഡ് ലൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വോയിഡ് ലൂപ്പിൽ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ലോങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ലോങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ലോങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ആ ഒരു വേരിയബിളിലേക്ക് മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ആ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്താന്നുള്ളത്. ഇവിടെ നോക്കിക്കേ,
ലോങ് മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ആണ്. ആ റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മെഷർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്തേക്കുന്നത്. കാരണം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഡിസ്റ്റൻസിൽ സേവ് ആകുന്നത്. ഓക്കെ. ഈ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇപ്പോൾ എന്റെ പേര് ശരത് എന്നാണ്. അപ്പോൾ ശരത് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ അപ്പൊ ശരത് എന്നായിരിക്കും. ഇത് മനസ്സിലായോ? അതേപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ നമ്പർ ആണ്, 100 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ 100 ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ലൈൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒക്കെ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പൊ മെഷർ ഡിസ്റ്റൻസിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ റൈറ്റ് ട്രിഗർ പിൻ കോമ ലോ, അതായത് ട്രിഗർ പിന്ന് ആദ്യം ലോയിലേക്ക് സെറ്റ് ചെയ്തു, എന്നിട്ടൊരു 2 മൈക്രോ സെക്കൻഡ്സ് നേരം ഡിലേ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ട്രിഗർ പിന്ന് ഹൈ ആക്കി, എന്നിട്ട് 10 മൈക്രോ സെക്കൻഡ്സ് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രിഗർ പിന്ന് ലോ ആക്കി. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു സ്ക്വയർ വേവ്, ഒരു സ്ക്വയർ പൾസ് സെൻഡ് ചെയ്യുവാണ്. അതിന്റെ ലൈക്ക് എന്താ പറയാ, ലോ സിഗ്നൽ എന്ന് പറയുന്നത് 2 മില്ലി സെക്കൻഡ് നേരത്തേക്കും ഹൈ സൈഡ് എന്ന് പറയുന്നത് 10 മൈക്രോ സെക്കൻഡ്സ് നേരത്തേക്കുമാണ് ഡ്യൂറേഷൻ ഉള്ളത്. ഓക്കെ. സ്ക്വയർ വേവ്. ഓക്കെ. ഒരു സ്ക്വയർ വേവ് സെൻഡ് ചെയ്യുക, അതായത് ആദ്യം ലോ ആണ്, 2 മില്ലി സെക്കൻഡ് നേരത്തേക്ക് ലോ ആക്കി, അത് കഴിഞ്ഞിട്ട് 10 മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് ഹൈ ആക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ലോ ആക്കി. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു വേവ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഈ ഒരു 10 മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് ഈ ഒരു ട്രിഗർ പിന്നെ ഹൈ ആക്കിയില്ലേ, ഈ ട്രിഗർ പിന്നെ ഹൈ ആക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു അൾട്രാസോണിക് വേവ് വരുന്നത് ജനറേറ്റ് ആകുന്നത്. ഓക്കെ. എന്നിട്ട് ജനറേറ്റ് ആയല്ലോ. ഓക്കെ. അപ്പോൾ ജനറേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡ്യൂറേഷൻ ഇസ് ഈക്വൽ ടു പൾസിൻ എക്കോപ്പിൻ കോമ ഹൈ കോമ 30,000. ഓക്കെ. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എക്കോ പിന്നെ എത്ര നേരം ഹൈ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള വാല്യൂ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. അതായത് ഇവിടെ നമ്മളൊരു അൾട്രാസോണിക് വേവ് ക്രിയേറ്റ് ചെയ്ത് അയച്ചല്ലോ ഈ ഒരു ലൈൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു അയച്ച വേവ് എവിടെയെങ്കിലും തട്ടിട്ട് തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ എക്കോ പിന്നെ ഹൈ ആവും. അതായത് തിരിച്ചു വരുന്ന അൾട്രാസോണിക് വേവിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ പിന്നെ ഹൈ ആവും. ഓക്കെ. അങ്ങനെ നമ്മുടെ എക്കോ പിന്നെ ഹൈ ആവുന്നുണ്ടെങ്കിൽ അത് എത്ര നേരത്തേക്കാണെന്നുള്ളത് നമ്മളിവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കും. അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ചെക്ക് ചെയ്യുന്നത് 30 മില്ലി സെക്കൻഡ് നേരത്തേക്കാണ്. ആ ഒരു ടൈമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഈ ഒരു നോബ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വാല്യൂ നമുക്ക് എക്സാക്ട് അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഈ ഒരു 30,000 എന്ന് പറയുന്ന വാല്യൂവും ഈ ഒരു പൾസിന്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് വേരി ചെയ്യാം. കാലിബ്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂയിലേക്ക് ഈ ഒരു വാല്യൂസ് ട്യൂൺ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ആ ഒരു ടൈം, നമ്മുടെ ആ ഒരു വേവ് കിട്ടിയ ടൈം നമ്മൾ സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡ്യൂറേഷൻ ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ആണിത് ഡിവൈഡ് ബൈ 2. ഓക്കെ. ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ആ കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ഇവിടെ റിട്ടേൺ ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഡിസ്റ്റൻസ് ഇൻ സെന്റിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ ആണ് മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ആ വാല്യൂ എവിടെ സേവ് ആവും? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് സേവ് ആവും. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ പ്രോസസ് ചെയ്യുക. ഇഫ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0 ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണിക്കും. എൽസ് പ്രിന്റ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ. നമുക്ക് 0 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 0 ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇതിന്റെ മിനിമം റീഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്ററും മാക്സിമം 4 സെന്റിമീറ്ററും ആണ്. അപ്പോൾ
ഇതിവിടെ ഒരു എന്താ പറയാ ഒരു ഇറർ മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നത്. ഡിസ്റ്റൻസ് റീഡ് ചെയ്ത് സീറോ ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. അതല്ല, സീറോയ്ക്ക് മേലേക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഡിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോഡും അൾട്രാസോണിക് സെൻസറും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ESP32 വെച്ച് ടെലഗ്രാമിൽ നോട്ടിഫിക്കേഷൻ കിട്ടൂലേ ത്രൂ വൈഫൈ? ESP32 യൂസ് ചെയ്ത് ടെലഗ്രാമിൽ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരാം. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ സർവീസ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും, പെയ്ഡ് ആയിട്ടുള്ള സർവീസ്. ചെയ്യാൻ പറ്റുമോ? ഫ്രീ ഉണ്ടോ? ഏത് സർവീസാ ഫ്രീ ഉള്ളത്? ടെലഗ്രാമിലെ ബോട്ട് എന്തായിരുന്നു പ്രൊജക്ട്? ഓക്കെ, ടെലഗ്രാമിന്റെ ബോട്ടിനെ യൂസ് ചെയ്തിട്ട് ടെലഗ്രാം ബോട്ടിലേക്ക് നിങ്ങൾ ESP32 യൂസ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യും അല്ലേ? ഫൈൻ ഫൈൻ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ഞാൻ സർവീസ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ടെലഗ്രാമിലേക്കും അതേപോലെ തന്നെ വാട്സപ്പിലേക്കും ഒക്കെ ESP32 യൂസ് ചെയ്തിട്ട് OTPs സെൻഡ് ചെയ്യാം. OTPs. അപ്പൊ അതിന് നമുക്ക് സർവീസ് വേണം. പിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണിച്ച എക്സാമ്പിൾസിലൊക്കെ നമ്മൾ ഡിജിറ്റൽ പിന്നും അനലോഗ് പിന്നും ഒക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹയർ ആപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ് ഒക്കെ ഇന്റർഫേസ് ചെയ്യും ഈ മൈക്രോ കൺട്രോളറുമായിട്ട്. അപ്പോൾ ഡിസ്പ്ലേസ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. I2C, SPI, UART, അങ്ങനെ പറഞ്ഞ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എനേബിൾഡ് ആയിട്ടുള്ള പിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പിൻസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാത്ത ആപ്ലിക്കേഷൻസിൽ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. എംബഡഡ് എഞ്ചിനീയർ ആവാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞത് എംബഡഡ് എഞ്ചിനീയർ ലേക്ക് ഈ എന്താ പറയാ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പോലെ തന്നെയാണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ഡൊമെയിൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഡൊമെയിൻ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡൊമെയിനിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഡിഫറെന്റ് ഡൊമെയിൻസിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, എംബഡഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഉണ്ട്, എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ഉണ്ട്, പിന്നെ നോർമൽ എംബഡഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ലൈക്ക് നോർമൽ എംബഡഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, ഇതെല്ലാം ചെയ്യാൻ പറ്റണം, അതായത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എല്ലാം ചെയ്യാൻ പറ്റണം. അതാണ് എംബഡഡ് എഞ്ചിനീയർ. പിന്നെ ഈ എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനകത്ത് ലിനക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മൈക്രോ പ്രോസസ്സർ, അതായത് ഈ റാസ്ബെറി പൈ പോലെയുള്ള പ്രോസസ്സേഴ്സ് നമുക്ക് ലിനക്സ് യൂസ് ചെയ്തിട്ട് ഒരു OS ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ റൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ESP32 അതേപോലെയുള്ള മൈക്രോ കൺട്രോളേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫേംവെയർ റൈറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ LEDs ഒക്കെ ആണല്ലോ കണക്ട് ചെയ്തത്. പക്ഷെ എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആവുമ്പോൾ ഒരു സെൻസർ, ആ ഒരു സെൻസറിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ്, ആ ഒരു സെൻസറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള PCBയുടെ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഒരു എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഡ്യൂട്ടി. അതായത് PCB ഡിസൈൻ ചെയ്യുക, സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുക, സർക്യൂട്ടിൽ എവിടെയൊക്കെ എത്രയൊക്കെ വോൾട്ടേജ് വരണം, അങ്ങനെയുള്ള ഏതൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അങ്ങനെ പല 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 ഡൊമൈൻ ഉണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഡൊമൈനിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഏതിനകത്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ പ്രൊജക്ട്സ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ ബിടെക്കിന്റെ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിന്റെ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമാണ്. നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ മിനി പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബി പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാനിപ്പോ ഈ പറഞ്ഞ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പ്രൊജക്ട്സ് ചെയ്യാൻ തുടങ്ങുക, ഹാൻഡ്സ് ഓൺ ആയിട്ട്. ലൈക്ക് മൈക്രോ കൺട്രോളർ വാങ്ങിച്ചിട്ട് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ട്രെയിനിങ് എടുത്തിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, ഇഷ്ടംപോലെ നല്ല യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ സ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈക്ക് കൂടും. ഇത് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ഇറേഴ്സ് വരും. ആ ഒരു ഇറേഴ്സ് നിങ്ങൾക്ക് പല സ്ഥലത്ത് നോക്കി റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ പ്രൊജക്ട്സ് ചെയ്ത് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് കൂട്ടുക. അങ്ങനെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു എംബെഡ്ഡ് എഞ്ചിനീയർ ആവാം, ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. ആ, എവിടെയാ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് ലൈക്ക് ഇത് പഠിപ്പിക്കുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ലൈക്ക് ഇങ്ങനത്തെ ഡിപ്ലോമ കോഴ്സസ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. 6 മന്ത്സ് ഡിപ്ലോമ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് 3 മന്ത്സ് ഇതേപോലെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡിൽ ട്രെയിനിങ് ആയിരിക്കും 3 മന്ത്സ് വരുന്നത്. ആ ബാക്കിയുള്ള 3 മന്ത്സിനകത്ത് നിങ്ങൾക്ക് പ്രൊജക്ട്സ് അസൈൻ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ പ്രൊജക്ട് ചെയ്യണം. 3 മന്ത്സ് ഫുള്ള് നിങ്ങൾ പ്രൊജക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പ്രൊജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് മനസ്സിലാവും ലൈക്ക് വാട്ട് യു ഹാവ് ദി സ്കിൽ, ലൈക്ക് എന്ത് സ്കില്ലാണ് നിങ്ങൾക്ക് എംബറേഡിനകത്ത് എന്ത് സ്കില്ലാണുള്ളത്, നിങ്ങൾ ഏത് ഡൊമൈനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് കേരളത്തിന് പുറത്ത് വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലൈക്ക് പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ കേരളത്തിന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എംബഡഡ് ഫേംവെയർ എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ. പക്ഷെ ആ ഒരു സ്കില്ല് മാത്രം പോരാ ശരിക്കും പറഞ്ഞു. ഹാർഡ്വെയറും ഡിസൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ കമ്പോണൻസ് ലൈക്ക് ചൂസ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലും കൂടെ വേണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ലൈക്ക് ഒരു എംബഡഡ് കരിയറിലേക്ക് പോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു എംബഡഡ് എഞ്ചിനീയറിന് ലൈക്ക് അത്യാവശ്യം പൈത്തണും കൂടെ അറിഞ്ഞിരുന്നാൽ അടിപൊളിയാണ്. പെട്ടെന്ന് ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനും ജോലി കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ പ്രൊജക്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ നമ്മുടെ എംബഡഡ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറിന്റെ കോസ്റ്റും ഇതിന്റെ ടൂൾസിന്റെ കോസ്റ്റ് ഒക്കെയാണ്. അതായത് നമുക്ക് സോൾഡറിങ് അയൺ വേണം, മൾട്ടിമീറ്റർ വേണം, ഫയർ സ്റ്റെപ്പർ, സ്ക്രൂ ഡ്രൈവർ, ഓസിലോസ്കോപ്പ്, ഡിഗസോ അങ്ങനത്തെ പറഞ്ഞ കുറെ ടൂൾസിന്റെ ഒക്കെ ആവശ്യം വരും നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഡീബഗിങ്ങിന്, ഡീബഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അത്ര ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ലൈക്ക് ഒരു ഇതില്ല. അങ്ങനെയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. അത് കാരണം നിങ്ങളൊരു മെന്റർ ഇല്ലാതെ നിങ്ങളൊരു മൈക്രോ കൺട്രോളർ വാങ്ങിച്ചൊരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ ഒരു മൈക്രോ കൺട്രോളർ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ടൂൾസ് ചീത്തയാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഷോക്ക് അടിക്കുക, പൊള്ളലേക്കുക, അങ്ങനെയുള്ള ലൈക്ക് ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആഹ് അപ്പോ അതൊക്കെയാണ് ഇതിന്റെ ചാലഞ്ചസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ജോലിയുടെ റിക്വയർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം എംബഡഡ് എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. എംബഡഡ് എഞ്ചിനീയേഴ്സിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും ലൈക്ക് 6 മന്ത്സ് ഇന്റേൺഷിപ്പ് ഉള്ളവരെ മാത്രം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. മിക്കയിടത്തും കാണാൻ പറ്റും. അതല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ലൈക്ക് പ്രൊജക്ട് ചെയ്തിട്ടുള്ള പരിചയം വേണം. ഈ എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ, എംബഡഡ് ഫേംവെയർ എഞ്ചിനീയർ ഡിഫറെന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് എന്താ പറയുക, ഇതിനങ്ങനെ ഒരു ഫിക്സഡ് സംഭവമില്ല. എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയറും എംബഡഡ് ഫേംവെയർ എഞ്ചിനീയറും ഡിഫറെന്റ് ആണ്. എംബഡഡ് സിസ്റ്റംസ് എഞ്ചിനീയറും എംബഡഡ് ഫേംവെയർ എഞ്ചിനീയറും ഡിഫറെന്റ് ആണെന്ന് ചോദിച്ചാൽ അത് ആൻസർ ലൈക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ലൈക്ക് മനസ്സിലായോ?
AI/ML സ്റ്റുഡൻസിന് എംബെഡഡ് പഠിക്കുന്നത് നല്ലതാണോ? ഓക്കെ, ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങൾ എന്ത് പഠിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ AI/ML ആണ് പഠിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ AI/ML അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലാണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബെഡഡ് പഠിക്കുന്നുണ്ട് യൂസ് ഇല്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ AI/ML അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ, നമ്മുടെ എന്താ പറയാ, ഈ സ്മാർട്ട് ബാൻഡ്, IoT ഡിവൈസസ്, റോബോട്ട്സ്, റോബോട്ടിക്സ്, ലൈക്ക് EVs, അങ്ങനെയുള്ള ഫീൽഡിലേക്കൊക്കെയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എംബെഡഡ് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനീസിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും. ESP32 പോലെയുള്ള പരിശീലന സൈറ്റ് ഉണ്ടോ? കേരളത്തിൽ കിട്ടുന്ന തരത്തിൽ ഉണ്ടല്ലോ. ESP32 മൈക്രോ കൺട്രോളർ വാങ്ങിക്കാൻ പറ്റുന്ന സൈറ്റ് ഉണ്ട്. റോബോ.in എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. റോബോ.in, റോബോ.in, റോബോ.in എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അത് നല്ല സൈറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസ്, എല്ലാ കമ്പോണൻസും, മിക്ക കമ്പോണൻസും കിട്ടും. ഡെലിവറി ഒക്കെ ചെയ്യും. വെരിലോഗ് FPGA ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ? വെരിലോഗ് FPGA അറിഞ്ഞിരുന്നാൽ അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. FPGA ലൈക്ക് ഒരു ബിഗിനറിനെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു FPGA അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടും. പറ്റുമല്ലോ. ESP32 ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 20 പിൻസ് ആണ് വിചാരിക്കും. നമുക്ക് എന്താ പറയാ, അതിന്റെ പിൻസിന്റെ എണ്ണം ഒരു ലിമിറ്റേഷൻ അല്ല. അതിന്റെ പിൻസിന്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. അതിന് നമ്മൾ ഇലക്ട്രോണിക്സിൽ ലൈക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്ലക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, മൾട്ടിപ്ലക്സ്, ഡിമക്സ്, മക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ICസിനൊക്കെ പറ്റിയിട്ട് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും പഠിക്കുന്നവർക്കറിയാം. അതിൻ്റെ അകത്ത് ആ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് മക്സ്, ഡിമക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു IC യൂസ് ചെയ്തിട്ട് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ICs ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പിൻസ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഈ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ കണ്ടിട്ടില്ലേ? LED ഡിസ്പ്ലേ, LED മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറയും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലത്തെ ബോർഡ്. ആ ഒരു ബോർഡിനകത്ത് ആക്ച്വലി ഒരു മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോ ആ ഒരു LED അകത്ത് ഒരു എന്താ പറയാ, അഞ്ചോ ആറോ കോളംസും, അഞ്ചാറോ കോളംസ് അല്ല, അഞ്ചോ ആറോ റോസും, 10 120 കോളംസും കാണും. ഓക്കെ, അപ്പോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു ഇപ്പോ 5 കോളവും 100 റോയും ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് കൺട്രോൾ ചെയ്യാം, അത്ര LED കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് 500 GPIO പിൻസ് വേണ്ടി വരും. ഓക്കെ, 500 GPIO പിൻസ്, 500 GPIO പിൻസ് ഉള്ള ഒരു മൈക്രോ കൺട്രോളർ ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ICs യൂസ് ചെയ്യും. മൾട്ടിപ്ലക്സറും ഷിഫ്റ്റ് രജിസ്റ്ററും ഡി മൾട്ടിപ്ലക്സർ എന്നൊക്കെ പറഞ്ഞ ICs യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യം ചെയ്യും. ഓക്കെ, അതിനൊക്കെയാണ് ശരിക്കും ഇങ്ങനെയുള്ള ലൈക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മെന്ററിന്റെ കീഴിൽ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു സജസ്റ്റ് ചെയ്തു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്കൊരു 10:07 ആകുമ്പോഴത്തേക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.